വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രചോദേട്ട, അഭിജുകടൻ ചേട്ടാ. ഒരു മാസ് സ്കിറ്റുമായി ടീം മാസ് ആണ് അടുത്തതായി ഐറ്റം വേറെയുടെ ഫ്ലോറിൽ വരാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം മനോജ് വലഞ്ചുഴി, അജേഷ് ആൻഡ് സുമി. ഇത് ഐറ്റം വേറെ. കേക്കത്തില്ല, വിളിച്ചാലും കേക്കത്തില്ല. എന്താണെന്നറിയാമോ, ഇന്നലെ ഞാൻ അവിടെ ചെന്ന് ഒരു മാങ്ങ ചോദിച്ചു ചമ്മന്തി അരയ്ക്കാൻ തന്നില്ല. ഇപ്പൊ ഒരു സൈഡ് വേണ്ട ഇത്ര മിങ്ങി മാങ്ങാടെ കൂട്ട് പോവാ. അല്ലെ തന്നെ എനിക്കിനി എന്തുവാ, പിള്ളേരും ഇല്ല, കെട്ടിയോനും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റ തടിയാ? നല്ല പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്കോ. അണ്ണനാന്നുണ്ടെ പണിസ്ഥലത്ത് പോയിക്കോ. ആ വീട്ടിലെ പണിയും തീർന്ന് പാലുകാച്ചും കഴിഞ്ഞേ ഇനി വരുത്തുള്ളതാ പറഞ്ഞേക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവിടുന്ന് എന്തേലും കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ നിന്ന് എന്റെ ദൈവമേ ഒരു ചെമ്പ് നിറച്ച ആ മുട്ട ബിരിയാണി കൊണ്ടുവന്ന് അത് ചൂടാക്കി 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 ഏറ്റവും അവസാനത്തെ മുട്ട വരെ വിരിഞ്ഞിറങ്ങി. എത്ര പറഞ്ഞാലും എല്ലാം കേൾക്കത്തില്ല. ഓ എന്റെ അമ്മോ, രാവിലെ അടുക്കള ചെരവേറെ പുറത്തിരുന്നതാ. പക്ഷെ പൂച്ചയായിരുന്നു, അതങ്ങ് ഓടി കളഞ്ഞിട്ട് നടു തകർന്നിരിക്കുക. ഓ ബെഞ്ച് തകരാറായി. ഒരു എന്തൊരു കഷ്ടമാണ്. അണ്ണൻ ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് കയറ്റാൻ ഞാൻ അങ്ങ് ഇരിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. തീർന്ന പേസ്റ്റിന്റെ ഡപ്പ പോലായിരുന്നു ഞാൻ. അണ്ണൻ എന്തുവാ പറഞ്ഞത് എന്നോട്? അണ്ണ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതാ. കഴിഞ്ഞ തിങ്കളാഴ്ച പണിക്ക് പോയപ്പോ എന്നോട് പറഞ്ഞതാ പണി എല്ലാം തീർത്ത് ആ വീട്ടിലെ പാലുകാച്ചും കഴിഞ്ഞിട്ടേ വരുത്തുള്ളത്. അല്ല അണ്ണ ഒന്ന് വന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അണ്ണ ഞാൻ എത്ര തവണ കഥ കൊട്ടി ഞാൻ കൊട്ടി 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 അപ്പുറത്തെ അമ്പലത്തിന് നട വരെ തുറന്നു. എന്നിട്ട് ഇവള് കഥ തുറന്നില്ല. അത് ഈ ഉറക്കബോധത്തിൽ കിടക്കുമല്ലോ, അറിയുന്നില്ലല്ലോ. അണ്ണ എന്റെ പേരങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. നിന്നെ ഞാൻ എത്ര വിളിച്ചിട്ട് അണ്ണ എന്നെ കുറ്റം പറയരുത്. അണ്ണ പറഞ്ഞത് പാലുകാച്ചും കഴിഞ്ഞിട്ട് വരുമെന്നില്ലയോ? നിങ്ങൾ ഈ വെളുപ്പംകാലത്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നോ? അണ്ണല്ലേ ഇന്നല്ലായിരുന്നു പാലുകാച്ച്? അവിടുത്തെ പാലുകാച്ചും കൂച്ചും ഒക്കെ. അണ്ണ പിന്നെന്താ അവിടെ നിൽക്കാഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തീർത്ത് പണി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പെയിന്റ് അടിച്ച് കഴിഞ്ഞ് ടൈല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. രാത്രി അമ്മല്ലാണ്ട് പറഞ്ഞാ നമുക്ക് ഇതിന് കടങ്കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. രാത്രി കടങ്കാപ്പി കുടിക്കുന്ന തെറ്റാത്തോട്ടി പുതിയ വീട്ടിൽ നിന്ന് കടങ്കാപ്പി അനത്ത് കുടിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് പറയാ, ഇന്ന് രാവിലെ 10:30 ശുഭമുഹൂർത്തത്തിൽ പാല് കാച്ചിട്ട് പുതിയ അടുപ്പിൽ നീ രാത്രി 12 മണിക്ക് കടങ്കാപ്പി അനത്ത് എന്തിനാണ് അടിക്കുമല്ലേ? നിങ്ങളെ കത്തിക്കണമായിരുന്നു. പിന്നെ തോന്നിവാസം ഒരു വീട്ടിൽ കയറി ചെന്ന് കാണിച്ചു ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഒരു ബലം കൊണ്ടാ ഒരു വീട് വെക്കുന്നത്. അവിടെ ചെന്ന് ഇങ്ങനത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. ഞാൻ എന്ത് മാത്രം വിളിച്ചത് നീ കഥ ഉറക്കുന്നത് ഇപ്പൊ ചൂടാകുന്നതിനാടി. ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ ചെവിക്കകത്ത് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ട് കിടക്കുമായിരുന്നു ഞാൻ. അപ്പൊ പിള്ളേർ രാവിലെ വന്ന് ആ പൂവൻ പിടിച്ചോണ്ട് പോയി. അയ്യോ എന്റെ പിള്ളേരെ പിശക്കാരൻ പിടിച്ചോണ്ട് പോയേ. എന്റെ അച്ഛൻ, അതായത് പിള്ളേരുടെ അപ്പൂപ്പൻ. ഓ അപ്പൊ പിശക്കാരനല്ല പിടിച്ചു പറിക്കാരൻ പറയുന്നത്. പിടിച്ചു പറിക്കാൻ എന്റെ അച്ഛൻ നിങ്ങളുടെ എന്താ പിടിച്ചു പറിച്ചെന്ന് പറ. ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ലേ? ഞാൻ ഇവരുടെ അച്ഛൻ ഇങ്ങോട്ട് വരും. ഞാൻ പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് ഉടനെ കയറ്റിട്ട് മോനെ ഞാനങ്ങ് എടുത്തോട്ടെ അതുകൊണ്ട് പിടിച്ചങ്ങ് പറിക്കും. ഞാൻ കഴുത്തിരിക്കും വാച്ച് വാങ്ങിച്ചു. ഉടനെ ഇവർ അച്ഛനൊന്ന് കണ്ടിട്ട് പറയാം മോനെ ഞാൻ ഈ വാച്ച് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചു പറിക്കും. കഴിഞ്ഞ മാസം ഇവിടെ വന്നു. അപ്പം ഞാൻ പറയാം അച്ഛാ പുഴയെ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു. പിന്നെ എന്റെ കൂടെ വന്നു. ഞാൻ അവിടെ പിടിച്ചു പറിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചിലപ്പോൾ കുറെ പെണ്ണുങ്ങൾ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനൊരു പുതിയ തോർത്തം കണ്ടെടുത്ത് കൊടുക്കുവേ. ഇയാളിങ്ങനെ വലിച്ചു പറിച്ചിട്ട് പറഞ്ഞു എനിക്കത് വേണമെന്ന്. ഞാൻ ശക്തിമാൻ നിന്ന് കറങ്ങുന്ന പോലെ അവിടെ നിന്ന് കറങ്ങി പെണ്ണുങ്ങൾ കുളിച്ചിട്ട് പോകുന്ന പറയാം. അവസാനം ഞാൻ എന്ന് കാണുമായിരുന്നു കോൺ ഐസ്ക്രീം പോലായി ഞാൻ അവിടെ നിന്ന് കറങ്ങിയിട്ട്. അണ്ണനാണ് അവിടെ നിന്ന് കറങ്ങിയത്. സന്ധ്യ കുളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറയുമ്പോൾ ഒരു വരണ്ടായിരുന്നു. ശക്തി ഇല്ലാത്തൊരു കൊടുങ്കാറ്റ് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. എന്തോ അതിന് അണ്ണൻ വന്നത് വന്ന എണ്ണ ഇച്ചിരി വിറക് കീർത്താണ. നിന്നെ വാ കീറാനല്ല പറഞ്ഞത്, വന്ന് വിറക് കീർത്താനാണ്. എനിക്ക് ഉറക്കം ശരിയായില്ലെന്ന്. ഒന്ന് സഹായിക്കണം. പറ്റത്തില്ല, എനിക്ക് തുറക്കണം. എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാ ഒളിപ്പിച്ചില്ല? ഒളിപ്പിച്ചില്ലല്ലോ. ഞാൻ കണ്ടല്ലോ അണ്ണ എടുത്ത് കാണിച്ചാണ്. എന്തോട് ഒളിപ്പിച്ചല്ല, പിന്നെ ഇതെന്റെ കിടപ്പിന്റെ സ്റ്റൈലായിരുന്നു. ഈ സ്റ്റൈൽ മന്നെ നീ ഇപ്പൊ ഗൾഫിൽ നിൽക്കേണ്ടത്. ഓസക്ക് എന്റെ ആങ്ങളയുടെ കൂടെ അങ്ങ് പോയാൻ ഈ സ്റ്റൈല് കാരണം. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് എന്റെ ആങ്ങളെ തിരിച്ചു പോവായിരുന്നേ. ഇങ്ങനെ അവിടെ കുടിച്ചു വന്ന് ബോധമില്ലാതെ എന്റെ അച്ഛനുമായിട്ട് കിടന്ന് മറിഞ്ഞ് ഇതുപോലെ സ്റ്റൈല് കാണിച്ച് കിടന്നങ്ങ് ഉറങ്ങി. പോകാൻ നേരം ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞ് ചെറുക്കൻ തൂക്കിയെടുത്തോണ്ട് പോയേനെ. ഇങ്ങനെ പോണ്ടായിരുന്നു. ഞാൻ ഉണർന്നോണ്ട് കണ്ട് എനിക്ക് ചൂടുവെള്ളം കുളിക്കാൻ ദേഹം മൊത്തം ഒന്നും വേദനയുണ്ട്. ജൂക്കാലിട്ട് ചൂടുവെള്ളം അവനെന്തോ അണ്ണനെ ആശ്വാസം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തുവാ? ബേക്കറി പോന്ന അമ്മൂസ് ഇല്ലയോ? അമ്മൂസ്. ബേക്കറി അമ്മൂസ് അല്ലല്ലോ, ബേക്കറി ഇരിക്കുന്നത് സമൂസ ഇല്ലേ? അണ്ണന് വിശക്കുന്നുണ്ടാ? എന്ത് അല്ല ഇമാതിരി സാധനമൊക്കെ പറയുന്നുണ്ട്. അണ്ണ അമ്മൂസ് ഇല്ലയോ? അമ്മൂസ്. എന്തോ പറ. കേക്ക്. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം. മുട്ട
മൊത്തം പഴക്കം അണ്ണ ഇങ്ങനെ നോക്കട്ടെ ഞാൻ കാര്യമൊന്നുമില്ല കേട്ടോ അണ്ണ എന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം എന്തുവാ അല്ല എന്തിനാ വഴക്കുണ്ടാക്കി അവര്? അണ്ണാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ അവൾ 6:10 ആകുമ്പോ ഇവിടെ വരും അതെന്തോ എളുപ്പമല്ലേ, വീട്ടിൽ വരുമല്ലോ 6 മണിയാകുമ്പോൾ വീട്ട് 6:10 വീട്ടിൽ വരുന്നു. ആ അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില് അതിനും തോന്നി അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന കൊച്ചിനെ സഹായിക്കുന്നതായിരിക്കും ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടുന്നത്. ഒരു തെറ്റുമില്ല അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത് അവരെ വാതകം കൊണ്ടുവരാൻ തിരിക്കാൻ സ്ഥലമില്ലായിരിക്കും. തിരിച്ച സ്ഥലമില്ല അവർ അമ്മായിമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ള വില്ലിയണ്ണ അതുണ്ട് അണ്ണ അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞേ ആ ചെറുക്കൻ ആ പെണ്ണിനെ നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന അണ്ണ എത്ര നേരം ഒന്ന് പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് സന്തോഷിക്കാതിരിക്കും നീ കാര്യം അറിഞ്ഞായിരുന്നു നിങ്ങളുടെ അമ്മാവന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റാ. ഇപ്പൊ ചാവുന്ന ഡോക്ടർ അങ്ങനെ പറയില്ല എന്നെ കുറെ നാളെ എടുത്ത് വളർത്തിയാണ് പോവാ ചത്തു എന്ന് പറയും. ഇപ്പൊ അങ്ങനെ പറയരുത് ഞാൻ എന്തിനാ ചെയ്യും കേട്ടോ ഞാൻ മനസ്സ് വിഷമിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു അങ്ങനെങ്കിലും നീ വിഷമിക്കിട്ട് അതോടെ വീട്ടിലെ വടക്കേറ്റിട്ട് അവള് കിടന്ന്. ഓ ഞാൻ ഇവിടെ നല്ലാതെ എങ്ങോട്ട് പോകുന്നു എനിക്ക് ഇതൊക്കെ ഉള്ളു ഒരു രസം അല്ല ഇനിയിപ്പോ എവിടോട്ട് പോവാനാ തൊട്ടിറമ്പി തുടങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ ബന്ധുക്കാരല്ലേ അടുത്ത് താമസിക്കുന്നത് പരാജയം അങ്ങനെ ചെറുക്കനെ പറയാം അല്ല ഒരു കണക്കിന് PR ജയനെ അങ്ങനെ വിളിക്കുന്ന കാരണം അവൻ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടവനാ അണ്ണാ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും 10 മണിയാകുമ്പോഴേ തീരത്തുള്ളൂ. അപ്പൊ അവിടെ മൈക്ക് സാക്ഷൻ ഉണ്ടോ അവിടുത്തെ സംഭവത്തിന്? അതല്ലെന്ന് ബഹളം എവിടെ കേക്കാ എന്റെ ദൈവമേ അതുകൊണ്ട് എന്തുവാ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ടത് വീട്ടിലങ്ങ് ആക്കി എന്തോ തെറുപടിയാ ഞാൻ പറഞ്ഞാന്ന് അണ്ണ ഈ ഇട്ടാവട്ടെ നിങ്ങളുടെ ഈ കുടുംബക്കാരുടെ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ ഇടയിൽ കൊണ്ടുവന്ന് വീട് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നു അണ്ണ ഈ ഇള ചെറുക്കൻ എനിക്ക് തെറിയെല്ലാം കൂടെ കേൾക്കുവാ അങ്ങ് അവൻ എന്നോട് വല്ലതും ചോദിച്ചാലോ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കി അംഗൻവാടി നേരെ കോളേജിലോട്ട് കൊണ്ടുപോയിട്ട് ചേർക്കണേ. എന്റെ അച്ഛൻ തെറിയൊന്നും പറയത്തില്ല അണ്ണ കേട്ടിട്ടുണ്ടോ തെറി പറയത്തില്ല ചുമച്ചു തുപ്പുന്നത് പോലും തെറിയാ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അണ്ണ എന്തായാലും എന്റെ പിള്ളേരെ എനിക്ക് നല്ലത് വളർത്തും. എടി അവൻ അവിടെ വഴക്കുണ്ടാക്കുന്നത് നീ പോയി പറഞ്ഞ് മനസ്സിലാക്കണം. ആ പെണ്ണോട് പോയി പറഞ്ഞ് മനസ്സിലാക്കണം മുള പോട്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എത്ര നേരം ഒന്നും പറഞ്ഞോ എനിക്ക് ടൈം പാസിന് എന്തെങ്കിലും വേണ്ടായോ ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞത്. പാമ്പടി ചേർക്കണം ചെറുക്കുമ്പോ പിള്ളേരൊന്ന് കല്യാണം കഴിച്ചിട്ട് 6 മാസം കണ്ടായുള്ളൂ. എന്നെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വേണ്ടി പറയാൻ എനിക്കങ്ങ് പണിയില്ലാണോ? പണിക്കൊന്നും ഇനി പോകുന്നില്ല. ആർക്ക് വേണ്ടി പണിക്ക് പണിയൊക്കെ നിർത്തിയാൽ നിർത്തിയെന്ന് പറഞ്ഞാൽ നിർത്തി ഞാൻ പണിക്കിന് പോകും. എന്തിനു സത്യം പറഞ്ഞ ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു പണിക്ക് പോകത്തില്ലേ? ഞാൻ പോകുന്നില്ല. ഞാൻ ഇലക്ട്രിക്കൽ പണി ഞാൻ നിർത്തിയ ചെറുക്കാൻ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാതിരിക്കാൻ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒരു ലീക്കിങ് അപ്പൊ നിന്നെ ഞാൻ പണിയാന്ന് വിളിക്കാനിരിക്കുവായിരുന്നു. പൊന്നു ചേച്ചി വാഷിംഗ് മെഷീൻ ലീക്ക് ആയ കാര്യം എന്നോട് പറയരുത്. വാഷിംഗ് മെഷീന്റെ പണി ഞാൻ നിർത്തി. കഴിഞ്ഞ ദിവസം വിജയന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ പോയതാണ്. വിജയനും അപ്പുറത്തെ രാജീവനും തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടായത്, അടി ഉണ്ടായത്. അറിഞ്ഞോ നിങ്ങൾ? വിജയന്റെ വീട്ടിൽ നീ വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ പോലും വിജയനും അവനും കൂടെ അടി ഉണ്ടാക്കുന്നത് എന്തോ ചോദിച്ചാൽ വിജയന്റെ പെണ്ണുമ്പിള്ളിലെ രത്നമ്മ ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് അധികം ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പോ അതിന് ചെറിയ അനുകൂലിക്ക് പരിപാടികളേ ഉള്ളൂ. ഞാനത് പെട്ടെന്ന് ശരിയാക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് അലക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഇവര് തുണിയെല്ലാം കൂടെ വാരി ഇതിനകത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി വാഷിംഗ് മെഷീൻ കിടന്ന് ഒറ്റ കറക്കം. എന്റെ കഷ്ടകാലത്ത് ഞാൻ ഡോറ് വെക്കാൻ മറന്നുപോയി. മണ്ടയ്ക്കൊന്ന് തുണിയെല്ലാം കൂടെ പഴാന്നും പറഞ്ഞു ഒറ്റ തെറിപ്പ്. ഈ തെറിച്ച കൂട്ടത്തിൽ വിജയന്റെ ഒരു അണ്ടർവെയർ ഇവന്റെ പെരയ്ക്കകത്തൂടെ ജനലിനകത്തൂടെ ചെന്ന് അവന്റെ ബെഡ്റൂമിലൊക്കെ വീണു. ഇവൻ തിരിച്ചു വന്നപ്പോഴേ വിജയന്റെ അണ്ടർവെയർ എങ്ങനെ എന്റെ ബെഡ്റൂമിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുമ്പോളെ കേട്ട് നാളെ കിടി കൂട്ടത്തിൽ വിജയനെ എടുത്ത് നല്ലപോലെ അങ്ങ് അലക്കിയത്. അതോടുകൂടി നീ പണി നിർത്തി? അതോടുകൂടി ഞാൻ ഇലക്ട്രിക്കൽ പണി നിർത്തി. പുളിശ്ശേരി കൂട്ടി പഴുകിഞ്ഞടിച്ചു തന്നാ പൊളിക്കുന്നില്ലടാ. ഒന്നും കഴിച്ചില്ല. എങ്ങനെ കഴിക്കും? ഇവിടെ ഇറങ്ങട്ടെ ഇങ്ങോട്ട്. തന്നതാണല്ലോ എടുത്ത് കളഞ്ഞിട്ട് പണിക്കകത്ത് കയറിട്ട് ഞാൻ ദേഹത്തോടത്ത് പോകുന്നതാ. എന്റെ പോകുന്നത് സമാധാനമില്ല. എന്താ പറഞ്ഞ ഞാൻ നേരത്തെ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലായിരുന്നു സമാധാനമില്ല. ഇവിടെ വീട്ടിൽ എപ്പോഴും മഴക്കാന്ന് ഞാൻ പറഞ്ഞില്ല. മൊട്ടരാജേന്ദ്രൻ കുശി പഠിക്കുന്ന കണ്ടോ? മൊട്ടരാജേന്ദ്രൻ നോക്കിക്കേ നോക്കിക്കേ കണ്ടോ?
എനിക്ക് എന്തുവാണോ കുറവ്? എനിക്ക് എന്തുവാണോ കുറവ്? എനിക്ക് എന്തുവാ കുറവ്? അന്നും പറ. ഇത് നിൽക്കുന്ന ഇച്ചിരി ഇറക്കം കുറവുണ്ട്. അല്ലാതെ അത് അമ്മേളി കെട്ടി വെച്ചു കൊടുത്തേക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അണ്ണനെ ചേച്ചി എന്തോ വിളിക്കുന്നത്? ഞാൻ സുധാരണ്ണ എന്ന് വിളിക്കും, പൊന്നേന്ന് വിളിക്കും, ചക്കരേന്ന് വിളിക്കും. വിളിക്കും. അങ്ങനല്ലേ സ്നേഹമുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാ വിളിക്കുന്നത്. പക്ഷെ എന്റെ ഭാര്യ എന്നെ കാർഷിക വിളയായിട്ടാണ് കാണുന്നത്. എന്നെ വിളിക്കുന്നത് കിഴങ്ങ പഴമേ മാങ്ങത്തൊലിയാന്നൊക്കെ. രാത്രി പേടിച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. നേരം വെളുക്കും ഇവളെന്നെ കഷ്ണിച്ച് സാമ്പാർ വെച്ചാലൊന്ന് അതെ അതെ അതെ, അത് നിന്റെ തെറ്റാത്. നിന്റെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും കല്യാണം കഴിച്ചെന്ന് പറയണ്ട. പെണ്ണുമ്പിള്ളയുടെ പാവാട വീട്ടിൽ ഇരുന്നാൽ പോരാ, പണിക്ക് പോകണം. എന്നെ പോലെ ചെറിയ പണി എടുത്തിട്ട് പോലും ഞാൻ നൈറ്റ് വർക്ക് ചെയ്യും. ഞാൻ നൈറ്റ് വർക്കാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത്. നൈറ്റ് വർക്ക് ചെയ്താൽ നീട്ടണം. വല്ലപ്പോഴും കയറി പറയണം, സ്നേഹം വരും. ഇടയ്ക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. അതാണ് അതിന്റെ. അപ്പൊ അണ്ണൻ പറഞ്ഞ എന്നും പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്നേഹം കാണുന്നു. അങ്ങനെ വല്ലപ്പോഴും പോയിട്ട് വരുമ്പോഴത്തേനും സ്നേഹം കിട്ടും. അണ്ണ എന്തോ ഈ പറയുന്നത്? അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? സ്വന്തം ഭാര്യ ആരായാലും കിടങ്ങാന്ന് വിളിച്ചാൽ ആർക്കായാലും വിഷമം വരും. അണ്ണൻ സത്യം പറഞ്ഞാൽ അണ്ണൻ എപ്പോഴും ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അണ്ണൻ എപ്പോഴും ഈ വീട്ടിൽ തിളങ്ങി നിൽക്കാൻ തന്നെ എനിക്കിഷ്ടം. എപ്പോഴും വീട്ടിൽ തിളങ്ങി ഞാൻ ഒരു മീറ്റർ ബോക്സ് ആണ്. അല്ല, ഞാൻ പറഞ്ഞതാ. അപ്പൊ അവന് വിഷമം ഉണ്ടെണ്ണ. ആ കൊച്ചു അങ്ങനെ വിളിച്ചാൽ അവന് വിഷമമുണ്ട്. അവന്റെ കണ്ണി നോക്കി എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി പറഞ്ഞത് കാര്യമുണ്ട്. അതാ ചേച്ചി പറഞ്ഞത് കാര്യമുണ്ട്. എനിക്ക് എന്റെ കണ്ണി കാണിച്ചു തരുമല്ലേ ഇതുണ്ട്. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം എന്താ അറിയോ? വിടുന്നേ ചേച്ചി. ചേച്ചി വിടാനേ. ഉദാഹരണത്തിന് പറയുവാന്നേ, ഇതെന്റെ ഭാര്യ സുചിത്രയാ. രാവിലെ അവള് കുളിച്ചിട്ട് ഇങ്ങനെ കുളിമുറി നീ ഇറങ്ങി വരുക. തലക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് കേട്ടോ ചേച്ചി. കെട്ടിക്ക് തലക്കെട്ട്. അവള് വരുവാന്നേ. ഓപ്പോസിറ്റ് വാ. ഞാനപ്പം പ്രേമത്തോടെ ചേച്ചി ഇങ്ങനല്ലേ വെച്ചേ. അവള് വെച്ചെന്തോ അറിയാമോ? അയ്യാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറയും? നൊന്തെന്ന്, എന്റെ നഖം കൊണ്ട് നൊന്തെന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഫോട്ടോ മോളെ സോറി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരുമ്മി കൊടുത്തു. എന്റെ കൈ ഒറ്റ തട്ടും. ചേച്ചി അത് അങ്ങനെ തട്ടിക്കളയുമോ? എന്തിനാ അങ്ങനെ തട്ടുന്നത്? നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അബദ്ധം പറ്റി, അത് നമ്മളങ്ങ് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തട്ടിക്കളയേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്തിനാണ് തട്ടുന്നത്? അതെന്തിനാണ് തട്ടുന്നത്? നീ വിചാരിച്ച ഞാൻ വെറും പണ്ടനാന്ന് വിചാരിച്ചില്ലടാ. എടാ തെറ്റ് നിന്റെ നിന്റെ ആർക്കാണെങ്കിലും ഇങ്ങനെ കുത്തുമ്പോൾ നോവും. നീ ഇന്നലെ ഇതിന് കുത്താനും എടുക്കാനും പോയത്. ഞാൻ പറഞ്ഞു കേട്ടോ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. കാരണം അല്ല എന്നെ പോലെ നൈറ്റ് വർക്ക് എടുക്കണം. മനസ്സിലായോ? മനസ്സിലായി. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. മനസ്സിലായോടാ? മനസ്സിലായി. അണ്ണാ, നമ്മുടെ വീട്ടിൽ മിക്സി, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടോ? എന്നിട്ട് കറണ്ട് ബില്ല് എത്ര വരുന്നത്? 1000, കൂടി പോയ 1500 രൂപ. പക്ഷെ ഇവന്റെ വീട്ടിൽ അങ്ങനല്ല. അവരുടെ വീട്ടിൽ ശരിക്കും ഫാൻ പോലും ഇടത്തില്ല. അവർ അച്ഛൻ പാള വെച്ചാ വീശുന്ന. ആ കാറ്റ് കൊണ്ട് ആ ഫാൻ പോലും കറങ്ങുന്നത്. അവിടെ എത്ര വരുന്നേന്നറിയാവോ? 2000, 2500 രൂപ. അത് പഴയ വീടായിരിക്കും. ഇത് ലീക്കേജ് കാണാം. ലീക്കിന്റെ അല്ലത്, ലൈനിന്റെ പ്രശ്നം. ലൈൻ മാറ്റം കേട്ടോ. അവിടുത്തെ ആ ലൈൻ അല്ലെന്ന്, കുത്തിയിട്ടുള്ള വിളി. കുത്തിയിട്ട് വിളിക്കുമല്ലോ, കുത്തിയിട്ട് കറി വെക്കുമല്ലേ? അതല്ല പറഞ്ഞത്. മൊബൈൽ ഉപയോഗം കുത്തിയിട്ട് ചാർജ് ചെയ്തോണ്ടാ ഫോൺ ചെയ്യുന്നത്. ആരാ ഇവിടെ? ഇവന്റെ ഭാര്യ. അണ്ണാ, അങ്ങനെ ഫോൺ കട്ടായി പോകാതിരിക്കാൻ മണിക്കൂറോളം ഇങ്ങനെ അങ്ങ് വിളിക്കുമല്ലോ. അപ്പൊ കണക്ഷൻ പോവാതിരിക്കാൻ കുത്തിയിട്ടോണ്ടുള്ള വിളി ഞാൻ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അണ്ണ എന്തോ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ചെറുക്കനല്ലേ അണ്ണാ? എന്നായാലും അവളത് അറിയണ്ടായോ? പടക്കവും പൊട്ടിക്കുന്നേ. എന്തുവാ എന്റെ ചതിക്ക് വരണം അവര്. സത്യം പറഞ്ഞാലേ ഇവർക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരത് മറച്ചു വെച്ചു. ആദ്യ രാത്രിയിലേ അവൾ എന്നോട് പറഞ്ഞു ഈ സംഭവമല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാൻ ഇനി പോകത്തില്ലെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞ കറണ്ട് ബില്ലും ഇവിടെ കുത്തിയിട്ടുള്ള വിളിയും എന്നുള്ള പെരുമാറ്റവും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സംഭവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചേച്ചി ഇവിടെ ഇരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയിട്ട് വരികയാണ്. ചെറുതായിട്ട് എനിക്കൊരു തലവേദന എടുത്തു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമോ? എന്റെ തല പിടിച്ച് ഒറ്റയാടി. ചേച്ചിയാണ് അങ്ങനെ ചെയ്യുമോ? ചേച്ചി തലവേദനയാണോ? ഞാൻ എന്തിനാടാ അങ്ങനെ ചെയ്യുന്നത്? ഒന്നുമില്ലേലും നമ്മുടെ ഭർത്താവില്ലയോ. ഞാൻ എനിക്കാവുന്ന രീതി ഞാൻ പരിശ്രമിക്കും. അങ്ങനല്ലല്ലോടാ, പരിപാലിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ തോളേന്ന് തല തട്ടി കളയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യവാദ. അത് ഇഷ്ടക്കേടിന്റെ അതൊരു നിഗമനവാദ. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ അങ്ങനെ ചെയ്യത്തില്ല. പാടില്ലത് ചെയ്യരുതടാ. പക്ഷെ അവക്കില്ല.
നീ ആ തെറ്റുകാരൻ. ഞാൻ തെറ്റി. എടാ നിനക്ക് ആ തലവേന ഉണ്ടെന്ന് നിനക്കല്ലേ അറിയാൻ പറ്റുന്നത്? നിനക്ക് ചില തലവേന പറഞ്ഞാൽ ബാമ തേച്ചാൽ എന്താ കുഴപ്പം? ഒന്നൊരു കൊച്ചു ബാമിട്ട് വന്നിട്ട് ചാരി കിടന്നപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പ്രേമം നേരത്തെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ തരുമോ അത്? അവൾ നിന്നോട് തുറന്ന് പറഞ്ഞു അവൾക്ക് പ്രേമമുണ്ടെന്ന് തുറന്ന് പറഞ്ഞായിരുന്നു. നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ആ കൊച്ചു പറഞ്ഞത്. അതാ പറയാം. ഞാൻ പറഞ്ഞു ജയാ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആദർശിച്ച് തീർക്കണം. മനസ്സിലായല്ലോ? മനസ്സിലാകണം. നാരങ്ങാമൊഴിയിലെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോള്. എന്റെ ദൈവമേ, കല്യാണത്തിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നേ. അവരത് മറച്ചു വെച്ച് കല്യാണം നടത്തി. ഓ, 3-ന്റെ അന്ന് അവിടെ ഇറങ്ങിപ്പോയി. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? അല്ല, ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. നീ പണിക്ക് പോവില്ലടാ. പണിക്ക് പോയി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോ അവൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ചേച്ചി തടയണ്ട, ചേച്ചി തടയണ്ട, ചേച്ചി തടയണ്ട. മനസ്സിലായി, അവന് കാര്യം മനസ്സിലായി. തടയണ്ട, ചേച്ചി പറഞ്ഞത് കാര്യമുണ്ടോ? ആ, നിനക്ക് മനസ്സിലായില്ലോടാ. നീ വീട്ടിൽ നിന്ന് പോവരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. നീ ഒരിക്കലും നീ വീട്ടിൽ നിന്ന് പോവരുത്. അതാ ഇത് ഞാൻ തെളിയിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ചൂണ്ടയിടാൻ പോയിണ വരാലിനെ പിടിക്കാൻ. 11 മണിയായപ്പോ ഞാൻ എന്റെ ബെഡ്റൂമിലോട്ട് കയറി വന്നപ്പോ പുതപ്പിനടി കിടക്കുവാ. വരാലോ? എന്റെ ഭാര്യ. ഞാൻ അവളോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇതെന്റെ ബെഡ്റൂം. ഉദാഹരണം പറഞ്ഞാല് ഉദാഹരണം കിടക്ക് കിടക്ക് പതുപ്പ് വേണം. എന്താ പൊച്ചിടക്ക ഉദാഹരണം കാണിക്കുമ്പോ കറക്റ്റ് കാണിക്കണം. ഞാൻ വരുന്നു, ഇതിനെ കൊണ്ട് വരുന്നു. എന്റെ ഭാര്യ. ഞാൻ ഇങ്ങനെ കേറിയപ്പം ഇവളെന്നെ ചവിട്ടുവാണ്. ചേച്ചി അന്ന് ചവിട്ടോ? ചേച്ചി എന്നെ ഭർത്താവിനെ ചവിട്ടോ? ചേച്ചി ഞാൻ എന്തിനാ ചവിട്ടുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുവോ? ഒന്നുമില്ലേലും എന്റെ ഭർത്താവില്ലയോ അങ്ങനെ കടൽ തീരുമാനം അടിക്കുന്ന പോലെ ഒന്നും കാണിക്കുന്നത്. ഭർത്താവിനെ അടിക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നിന്നൊക്കെയാണ് അത്. ഒരു മനുഷ്യ സ്ത്രീക്ക് ചേർന്നല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് ചെയ്തത് ദോഷമാണത്. ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് വന്നെന്ന് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി. ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ കരയാതെ ചേച്ചി അതുകൊണ്ടല്ലേ അതൊന്നും പറയാത്തത്. വിഷമിക്കാതെ നീ വിഷമിക്കാതെ. എന്നിട്ട് എന്ത് വരുന്നടാ? എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് ഇറങ്ങിപ്പോന്നു. എന്റെ തലയും പിടിച്ച് 2 അടി അടിച്ചിട്ട് ഞാനും ഇറങ്ങിപ്പോന്നു. അതാ ഞാൻ പറഞ്ഞത്. അവക്ക് എന്നെ ഇഷ്ടമല്ല, അവക്ക് എന്നെ ഇഷ്ടമല്ല. ഞാനതാ പറഞ്ഞത്. എടാ ഞാൻ പറയട്ടെ, ഈടാ ആ കൊച്ചിന്റെ തെറ്റല്ലത്. ആ കൊച്ചു ഉറങ്ങി കിടന്ന് പറഞ്ഞാൽ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരും. അങ്ങനെ ആ കൊച്ചു ചെയ്തേ ഉള്ളൂ. എടാ നിനക്ക് മനസ്സിലാകട്ടാ. എടാ ജീവിതം ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ കൂടെ നൈറ്റ് വർക്കിന് പോകണം. നൈറ്റ് വർക്കിന് ഒന്ന് ഉപദേശിക്കാവോളെ. എന്റെ പൊന്നു കുഞ്ഞാ, ഞാനൊരു കാര്യം പറയാം. അണ്ണാ ഇത് പറയുന്നത് ഈ ഭാര്യ സ്വന്തം ഭർത്താവിനെ അടുത്ത് കിടത്തത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ എന്തോ മനോവിഷമോ അത്. അവൻ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇവൻ ഈ എന്തേലും കടുങ്കൈ ചെയ്താലും അങ്ങനെ എന്തേലും ചെയ്താലും എന്തോ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ചെറുക്കനല്ലയോ? ഉദാഹരണം ഇവിടെ കാണിച്ചു തന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി. നീ അത് പറഞ്ഞ ഞാൻ പെണ്ണെ പറഞ്ഞു. ഞാൻ ചെന്ന് പറയത്തില്ല. അണ്ണൻ്റെ വലിയ ഞാൻ അണ്ണൻ ചെന്ന് പറ. നല്ല ബെഡ്ഷീറ്റാണ്, വേറെ വല്ലതും എടുക്കാം. ഇങ്ങോട്ട് കൊണ്ടു. ഞാൻ പോയി പറഞ്ഞു കൊടുക്കണോ? ശരിയാക്കാൻ പറ്റുമോ? ശരിയാക്കും. ഒരു ജീവിതം രക്ഷപ്പെടുത്തു. ഞാൻ പോയി റെഡി ആക്കിയിട്ട് വരാം. പിന്നെ നീ പോയി കൂടെ താമസിച്ചോണം. വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇവനെ കടങ്കൈ ചെയ്യാതെ നോക്കാം. ഞാൻ പോയിട്ട് വരാം. ശരിയാവോ ചേച്ചി? അതോ എന്റെ പേടി. അതിനോട് അമ്മയും കൂടെ രാവിലെ തുടങ്ങിയേക്കുന്നേ. അമ്മയ്ക്ക് ഇപ്പൊ ഉടനെ മിക്സി വേണോന്ന്. എന്റെ എവിടുന്ന പൈസ? മിക്സി വേണോ? എന്റെ ദൈവം എന്ന് മുതൽ തുടങ്ങിയ പുതുമാർച്ചയൊക്കെ കല്ലേൽ അരച്ചേ തിന്നത്തുള്ളൂ, ആട്ടുകല്ലേൽ അരച്ചേ ദോശ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ ആളങ്ങ് മോഡേണോ ഇല്ലയോ? അയ്യോ, അരച്ച് കറി വെക്കാനല്ല മിക്സി. പിന്നെ എന്റെ ഭാര്യ കിടന്ന് ബഹളം വെക്കുമ്പോഴേ ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ അമ്മയ്ക്ക് ഓണാക്കി വെക്കാനൊക്കെ ഉണ്ടോ? എന്തോ കുഴപ്പമില്ല. ആ കൊച്ചിനെ എല്ലാം ഓക്കെ ആയി. കുഴപ്പമില്ല. ആണോ? വളരെ എല്ലാം മനസ്സിലായി. അത് മനസ്സിലായി. ജീവിതം രക്ഷിച്ചാണ് ജീവിതം ഉണ്ടാക്കി വരാമേ. ഞാൻ ഒന്ന് കാണിച്ചു. ഞാൻ ഇവിടെ അവൻ കാണിച്ച ഉദാഹരണം അതുപോലെ അവിടെ പോയി കാണിച്ചു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. കാര്യം മനസ്സിലായി. എന്താണ് ഇത്? നിന്റെ ജീവിതം നല്ലതാക്കി തന്ന ഒരു പക്ഷേ നീ എന്തിനാ ഇങ്ങനെ എടുത്തടിക്കുന്നത്? എന്തോ അടിച്ച അയാളോട് ചോദിച്ചു നോക്കും. എന്താ ഇപ്പം കാണിച്ച ഉദാഹരണമല്ല ഞാൻ കാണിച്ചു. എന്നിട്ട് കയ്യിൽ നിന്നിട്ട് ഞാനൊരു ഉദാഹരണം അവിടെ കാണിച്ചായിരുന്നു. അതിന് അവിടെ നിന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇവന്റെ കയ്യിലെ ഉദാഹരണത്തിന്. ബാക്കി കൊടുക്കാനെ കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനത്തെ ആളുകളുള്ളൂ ചേച്ചി? ഉണ്ടടാ ഉദാഹരണം. ഈ സുധാകരൻ വടികൊടുത്ത് അടി വാങ്ങിയ ഒരു സ്കിറ്റായി പോയി. എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം. പ്രചോദേട്ട എങ്ങനെ ഉണ്ടായിരുന്നു? മനോജേ, അജേഷേ, സുമി, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് നിൽക്കുമ്പം
ഒരു നമുക്കറിയാം എവിടൊക്കെ നിങ്ങൾ കൗണ്ടറുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമെന്നുള്ളത്. ഞാൻ ആദ്യം കൈഡ് തരുന്നത് സുമിക്കാണ്. സുമി ഇതുപോലുള്ള ഏഷണിയുള്ള ആൾക്കാരെ അത് പറിച്ചു വെച്ച പോലെ, കാര്യം നമുക്കിവിടെ അത്രയ്ക്ക് സുമിയുടെ ഒരു എരിവ് കയറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സുമി പറഞ്ഞു ചില കഥകൾ പറയുമല്ലോ, അതായത് സ്വയം വിഷമമുണ്ട്, ആ വിഷമം അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പറഞ്ഞാൽ സുമി ബേക്കറിയിലെ കഥ തൊട്ട് തുടങ്ങി. ബേക്കറിയിലെ ആ ചെറുക്കം കൊണ്ട് അവരെ വിടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അവസാനം സുമി പറഞ്ഞു എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല, പിന്നെ ആ വേലിയോടെ പോയി ഒളിഞ്ഞിരുന്ന് കാണുക. അപ്പോൾ ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് സുമി അത് തുടക്കം തൊട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് ഉഗ്രം കഴിഞ്ഞു തരുന്നു. ആ പിന്നെ അതുപോലെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു, കാര്യം മനോജിൻ്റെ വിഷമം എന്താണെന്നുള്ളത് നമ്മൾ ചിരിച്ചുപോയി. കാര്യം പുള്ളി പാലുകാച്ചലിനൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് അടിച്ചുവിടുന്ന റീസൺ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം പിറ്റേ ദിവസം പാലുകാച്ചൻ്റെ വീട്ടിൽ തലേദിവസം കട്ടൻ കാപ്പി ആരെങ്കിലും ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിനൊക്കെ അത്തരത്തിലുള്ള കൗണ്ടറുകൾ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അതിനുശേഷമാണ് അജേഷിൻ്റെ എൻട്രി. അജേഷിൻ്റെ ക്യാരക്ടർ ഉഗ്രം ക്യാരക്ടറാണ്. അത് അതിനകത്ത് അജേഷ് കൊണ്ടുവന്നൊരു സ്വഭാവമുണ്ട്. കാര്യം ആദ്യം തന്നെ അജേഷിന് ഈ മറ്റേ ഇരുന്നുണ്ടല്ലോ എന്തിനാ പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞൊരു ഒരു പ്ലേ. അതെന്താണ് അജേഷ് അങ്ങനെ ഒരു പ്ലേ ഉണ്ട്? ആ ക്യാരക്ടർ നിങ്ങൾ ലൈഫിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സാധനം? ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിടിക്കാനുള്ള കാരണം എന്താണ്? പുള്ളി നെഞ്ചത്തൊക്കെ ഇടിച്ച് ക്ഷീണിച്ചു പുള്ളി, ഇനി ഇടിക്കാൻ ഇവിടെ ഉള്ളൂ. എല്ലാത്തിനകത്തും ഒരു ചെറിയ കൗണ്ടറുകൾ ഫില്ല് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്കത് കളിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചു. 3 പേരും പെർഫോമൻസ് ബേസിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ സ്കിറ്റ് ഇങ്ങനെ പോകത്തില്ല. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. മനോജ്, അജേഷ്, സുമി ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫ്ലോറിൽ നാടൻ സ്കിറ്റുകൾ കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ആളുകൾ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ ഒരു പടം കണ്ടല്ലേ, അതേപോലെ നമുക്ക് എപ്പോഴും നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ ഇവർ ചെയ്യുന്നത്. പിന്നെ ഈ കൗണ്ടറും പ്ലേയും ഒരുമിച്ചാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ഷനും ഇതും കൂടി കാരണം മറ്റേന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ ചോദിച്ചിട്ട് അതിന് വിപരീതമായിട്ട് നമ്മളൊരു കൗണ്ടർ പറയുമ്പോഴാണ് അതിന് ഹ്യൂമർ ഉണ്ടാവുള്ളൂ. ഇത് ആക്ഷനും കോമഡിയൊക്കെ ഒരുമിച്ച്, വെർബൽ കോമഡിയായാലും ആക്ഷൻ കോമഡിയായാലും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നുള്ളത് 10 ചിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ മുൻപന്തിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണക്റ്റ് ആവുന്ന കുറേ തമാശകളുണ്ടായിരുന്നു. കാരണം അപ്പുറത്തെ വീട്ടിൽ തെറി ആയതുകൊണ്ട് മക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിയാക്കിയാണ്. വെറുതെ മറ്റേ അംഗനവാടിന്ന് നേരെ കോളേജിൽ കൊണ്ടുവന്നാക്കി. അതിൽ ഒരു തമാശ ഉണ്ടായിരുന്നു. കാരണം ഇവളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അറിയാമോ, ചുമച്ചു തുപ്പിയ വരെ തെറിയാവുന്ന അതിൽ വരെ തെറിയുണ്ടെന്നുള്ളത് അത് ഭയങ്കര രസം. അങ്ങനത്തെ കുറേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ പ്ലേയും അതുപോലെ തന്നെ നമ്മുടെ ഈ വെർബൽ കോമഡിയും ഭയങ്കരമായിട്ട് അത് അതിൻ്റെയൊക്കെ ഉസ്താദുകളാണ് ഈ മനോജ് എന്നൊക്കെ പറഞ്ഞ ആൾക്ക്. ഇതുപോലെ തന്നെ നമ്മുടെ അജീഷിൻ്റെ ഭാഗത്തു നിന്നും കുറേ തമാശകളുണ്ടാകും. കാരണം ഈ ഇങ്ങനെ കുത്തി ഇരുന്ന് കാരണം അത് ഒരു കയ്യിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൂട് കുത്തിയിട്ടുള്ള സാധനം. കാരണം നമുക്ക് അതിനൊക്കെ റിയാക്ഷൻ വെറുതെ വേണമെങ്കിൽ ഇരുന്നിട്ടാൽ മതി. പക്ഷെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഇത്തിരി പുതുമ വേണം എന്ന് ആഗ്രഹിക്കുന്ന ടീമായിരുന്നു നിങ്ങൾ. അതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നി കണ്ടന്റ് ബേസിൽ നമ്മളത് കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ കൗണ്ടറുകളും തമാശകളും ഉഗ്രനായിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് നസീറക്കയോട് ചോദിക്കാം. ഇക്ക കൊള്ളായിരുന്നു. ഇതിലെ മെയിൻ ആണിക്കൽ ആരാന്നറിയോ? മനോജ് കുറുക്കനാണ് ഈ സ്കിറ്റിൽ. കാര്യം മനോജ് ആ തുടക്കം തൊട്ടേ ആ ഹിൻഡുകൾ പറഞ്ഞു പോകുന്നില്ലേ, അത് അയാളുടെ സ്വഭാവമാണ്. നമുക്കൊരു ജീവിതമുള്ള ആ ജീവിതം ആസ്വദിക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. ഇതൊരു ഹിന്റ് പുള്ളി പറഞ്ഞിടുന്നതാണ്. പുള്ളിയാണ് ബേസിക്കലി ഈ 3 പേരിൽ കുറുക്കൻ എന്ന് പറഞ്ഞ ആള്, അല്ലേ മനോജെ? അതാണ് ക്ലൈമാക്സിലേക്ക് ആ പഞ്ച് വന്നത്. നമ്മൾ അതങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഈ പുള്ളി എപ്പോഴും നമ്മുടെ സുമി പറഞ്ഞു കൊടുക്കുന്നു, അത് അങ്ങനെയല്ലടി, അവളിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി തിരുത്തുന്നതിൻ്റെ കാരണം അതാണ്. പുള്ളിക്ക് അവിടെ ഒന്നൊരു കൊത്തിട്ട് നോക്കാം. അതാണ് അതിൻ്റെ റീസൺ, അതാണ് സത്യത്തിൽ. അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞു സാധനം, ആ ഒരു ചെറിയ സാധനമാണിത്. ഈ സ്കിറ്റിൻ്റെ അകത്തെ ത്രെഡ് എന്ന് പറയുന്നത് ഇതാണ് ത്രെഡ്. ഈ ത്രെഡിലാണ് ബാക്കിയുള്ളത്. മറ്റത് അയാളുടെ നിസ്സഹായാവസ്ഥ വന്ന് പറയുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ആ സാധനം എങ്ങനെയും ഡെവലപ്പ് ചെയ്ത് എങ്ങനെയും അപ്പുറം ഒന്ന് പോകണം. അത് പറഞ്ഞ് 2ാമത്തെ പോയിന്റിൽ തന്നെ ആൾ പോയി പറയാൻ, ചേട്ടനൊന്ന് പോയി പറഞ്ഞ് സമാധാനിപ്പിക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ പുതപ്പിനടി കയറി കിടന്നിട്ടും മാറി നിന്ന് കണ്ട് ആസ്വദിക്കുന്ന ഭർത്താക്കന്മാർ എവിടെയെങ്കിലും വലിച്ചൊക്കെ ക്ലിയർ ആക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു കൂർമ്മ ബുദ്ധിയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മനോജ് അതിൽ വന്ന് പ്രസൻറ്റ് ചെയ്തത്. നല്ല രീതിയിൽ നിങ്ങൾ ആ ഉള്ള സാധനം വൃത്തിയായിട്ട്, കൗണ്ടറുകൾ വേണ്ട സ്ഥലത്തുകളെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വാരി വലിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഉള്ളത് നല്ല വൃത്തിയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിരുന്നു. നിങ്ങളെപ്പോഴും വന്ന് ചെയ്യാറുള്ളത് പോലെ തന്നെ ഇതും മനോഹരമാക്കി, വൃത്തികേടാക്കിയില്ല.
ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്കിനി എന്തായാലും മാർക്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുകുട്ടൻ ചേട്ടാ. ഞാനൊരു 12,000 രൂപ കൊടുക്കാം. ഓക്കെ, 12,000 രൂപ. ഇനി ഇക്ക. ഞാനൊരു 1000 രൂപയുടെ കൂട്ടി ഒരു 13,000 രൂപ കൊടുക്കും. ഓക്കെ, അപ്പൊ 12,000 പ്ലസ് 13,000 25,000 രൂപയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി ഫൈനൽ എത്രയാണെന്ന് പ്രചോദന്റെ കയ്യിലാണുള്ളത്. ചേട്ടാ പിടിച്ചോ, അങ്ങോട്ട് നോക്കാം. പിടിച്ചോ. 75,000 നേടി സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. അടിപൊളി. ചേച്ചി വളരെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. അല്ല വിനേഷ്, അല്ല, എന്താന്നറിയാമോ? ന്യൂട്രലായി പോകും. കാര്യം ബിജുകുട്ടറും അതുപോലെ നസീറൊക്കെ കൊടുത്ത മാർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തു അല്ലേ ബിജുകുട്ടാ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതെന്ത് ഇങ്ങനെ മാർക്ക് കൊടുത്തത്? സുമി ചേച്ചി ഇങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സിൽവർ പഞ്ച് ആണല്ലോ. അല്ല അത് തന്നെ ആദ്യം പറഞ്ഞത്. വിചേട്ടൻ 12, മറ്റേത് 13 ആയപ്പോഴത്തേക്ക് 25. ഇനിയിപ്പോ 55 ആ റേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കണക്ക് വിടാൻ അറിയാത്തോണ്ടാണ് ഞാൻ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടത്. ഏത് സുമി, ഈ കുശുമ്പുകളൊക്കെ ആരാ കണ്ടുപിടിക്കണത്? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ? സുമിയായിട്ട് തന്നെ അഭിനയിച്ചു. സത്യമായിട്ട് ഒരു കുശുമ്പ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മ പറഞ്ഞാലത് ആവർത്തനം. ഞാൻ ഇവരെ ബാധിക്കാത്ത രീതിയിലുള്ള കുശുമ്പം ഉണ്ടാക്കിയത്. ഇവര് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തുറന്നു കാട്ടുന്നൊരു സ്കിറ്റായി പോയേനെ. വേറെ കണ്ടുപിടിച്ചതാ. ഈ സ്കിറ്റില് സുമി ചേച്ചി ഭയങ്കര കുശുമ്പത്തിയായിട്ടാണല്ലോ കാണിച്ചത്. പക്ഷെ ആക്ച്വലി ഇത് ഈ സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ സുമി ചേച്ചി ഇങ്ങനെ, അല്ലെങ്കിൽ സുമി ചേച്ചി ഒരു ഇൻവെർട്ടർ ആണ്, അതറിയോ? ഇൻട്രോവേർട്ട് ഇങ്ങനെയാണ്. ഇങ്ങോട്ടല്ല, ജനറേറ്റർ. പ്രത്യേകിച്ച് ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു വഴി കൂടെ പോകുന്ന ഒരാളാണ് സുമി ചേച്ചി. അപ്പൊ അവര് ഭയങ്കര നിരീക്ഷകരായിരിക്കും. ആണല്ലേ, കള്ളി പെണ്ണേ. അല്ലെങ്കിൽ പിന്നെ ഈ 10 മിനിറ്റ് കൊണ്ട് കൊണ്ടുവന്ന ആ ചെക്കനാ കുറ്റം പറയില്ലല്ലോ. എന്തായാലും നല്ല റീസണിങ് ഉള്ള കുശുമ്പായിരുന്നു അല്ല സുമി? സാധാരണ നിങ്ങളുടെ പെർഫോമൻസ് മേളിലും ഐഡിയ അല്ലെങ്കിൽ തരുന്ന ഐഡിയ കുറവായിരിക്കും. ഇത് നേരെ തിരിച്ചു, പെർഫോമൻസിനേക്കാൾ ലെവലിലേക്ക് ഐഡിയ പോയി. അതിനാണ് സിൽവർ പഞ്ച് കിട്ടിയത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് കേവലം ഒരു സ്കിറ്റിലുപരി ഒരുപാട് ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ഫ്രോം സിൽവർ പഞ്ച്. അപ്പൊ ചേച്ചി, അജുഷേട്ടാ, മനോജേട്ടാ വീണ്ടും വരിക, ഒരുപാടധികം പഞ്ചസ് നേടുക. ബൈ. ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി സ്കിറ്റ് അവതരിപ്പിക്കാനായി എത്തുന്നത് നമ്മുടെ സ്വന്തം ശശി ടീമാണ്. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയായിട്ടുള്ള ഗംഗ മീനാക്ഷി, ജ്യോതി ആൻഡ് സ്നേഹെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome ശശി and team. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും. ഹിന്ദിയാ? സത്യം പറയടി, ഞാൻ ഇല്ലാത്തപ്പോ ഏത് ആസാം കാളയാണ് ഇവിടെ വന്നിട്ട് പോയത്? നിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീയും ആ ചോട്ടുവിന്റെ കാളയും തമ്മിൽ എന്തുവാടി ഒരു ബന്ധം? കണ്ണ് തെറ്റി ആ സാധനം പൈപ്പിന്റെ ചോട്ടില്ല. സത്യം പറയടി, ആ വരുത്തം കാളയായിട്ട് നിനക്ക് എന്തുവാ ഇത്ര ബന്ധം? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ഉണ്ട് ഇവിടെ. എനിക്കൊരു അസിസ്റ്റന്റ് ആവശ്യം വേണ്ട. ഷിബിന്റെ മോളെ, നമ്മുടെ അപ്പൂപ്പനെ നിനക്ക് അറിയത്തില്ലോടി? ഇത്രയും പാവം ഒരു അപ്പൂപ്പൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോടി? കട്ടുറുമ്പിന്റെ മോളിൽ കയറുന്ന കട്ടുറുമ്പ് തിരിച്ച് കടിക്കത്ത പോലും ഇല്ല. അത്രയും പാവല്ലോടി. ആ അപ്പൂപ്പനെ ഇത് ചവിട്ടി കൂട്ടി 12 തൊട്ട് രക്തം ഇവിടെ തുപ്പി വെപ്പിച്ചടി. അസത്ത് പിടിച്ച പശു. ലോകത്ത് എന്തോരം പശുക്കളുണ്ട്. എല്ലാം ഇരുന്നും കിടന്നും എന്തുവാ യോഗ ചെയ്താ വരെ പാല് കൊടുക്കുന്നേ. വേണ്ടേ, മെനഞ്ഞാന്ന് കൊണ്ടുവച്ചൊരു ഗ്ലാസ്സാ. സർക്കാർ ആശുപത്രിയിൽ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് നമുക്ക് 3 തുള്ളി ഇട്ട് വെച്ചിട്ട് നിൽക്കുന്നുണ്ടാ. ഏതാണ്ട് ഓസ്കാർ വാങ്ങിച്ച് നിൽക്കുന്ന കണക്ക്. ഈ 3 തുള്ളി വിറ്റ് കിട്ടുന്ന പൈസക്ക് വേണം ഞാൻ ഇനി പുതിയ വീട് വെച്ച് എന്റെ മോളെ കെട്ടിച്ച് ബാക്കി പൈസക്ക് നിന്നെ ചില ചോട്ടുവിന്റെ കാളെ കൊണ്ട് കെട്ടിക്കാടി. നീ നല്ലതുപോലെ നിൽക്കിവിടെ. ഓരോരോ പശുക്കൾ കാണിക്കുന്ന കാണുമ്പോ ഇനി ഇതിന് സിസ്റ്റം വല്ലതും മാറി കിടക്കുവാന്നോ? പാല് തരാൻ പറഞ്ഞ പാല് ഒക്കെ മൂത്രം ഒഴിക്കും. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ക്യാൻ ഐ ചെക്ക് യുവർ മദർ ബോർഡ്? മാഡം, അതാണ് നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്ന ആ പശു. ഇത് അണ്ടർവെയർ ഇട്ടതാണോ? അല്ല, അതിനപ്പുറത്തെ ഒരു 4 കാലുള്ള ജീവിയുണ്ട്, അതിനും കൂടി നോക്കണം. ഓക്കെ ഓക്കെ. എന്തൊരു നാറ്റമായി ഇവിടെ. ഇയാൾ കുറച്ച് മുല്ലപ്പൂ ഉണ്ട്, അത് കൊടുത്തിട്ട് എന്നെ 2 ഇരുത്താം. അപ്പൊ ഇവിടെ മണക്കും. പശുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഇതിന്റെയോ?
സത്യം പറയടി, നീ ആ ചോട്ടുവിന്റെ കാളയായിട്ട് ഏതെങ്കിലും ചുംബന സമരത്തിൽ പോയോ? നിന്നെ തിരക്കി ഇവിടെ ആളുകൾ വന്നല്ലോ, നീ അവിടെ നിക്ക്. അഴുക്ക പശുവാണ് മക്കളെ, തന്ത കാളയേക്കാൾ മോശം. I think that cow needs scientifically improvised nourishment food like a research. Do you think so? ആ ഷർട്ട് ഇട്ട് അശരീരി ഇപ്പൊ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞേ. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാ, തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? എന്റെ അമ്മേ, മലയാളം കൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ തെറ്റിക്കും. ഇതൊന്നും വരുന്നില്ലല്ലോ. മാഡം, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മാഡം ഉമ്മറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ പോയി പിന്നാമ്പുറത്തെ കാര്യം നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഹലോ മിസ്റ്റർ, ഐ ആം രസ്ന. ഓ വേണ്ടാക്കളെ, ഷുഗർ ഇപ്പൊ തന്നെ 120. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, രസ്നയെന്ന്. ഓ പറഞ്ഞോ. ഞാൻ അങ്ങ് ലണ്ടനിൽ നിന്ന് വരുകയാണ്. പശുവിനെ പറ്റി PhD എടുക്കുന്നു. എന്റെ ഭഗവാനെ, എടി ദാ പശുവിനെയൊക്കെ പിഴിഞ്ഞ് പച്ചടി ആക്കൂ, നോടി ഒളിയടി. പച്ചടി കിച്ചടി ഒന്നുമല്ല, PhD. ഓ ഇംഗ്ലീഷ് അടി, ഇംഗ്ലീഷ്. സോ ക്യൂട്ട്. എന്ത് ഭംഗിയുണ്ട് കാണാൻ. സുഖമാണോ? വയറ്റിന്നൊക്കെ പോകുന്നുണ്ടോ? ഒന്നും പറയണ്ടാക്കളെ, ഇന്നലെ ഇച്ചിരി തേങ്ങ അരച്ച് വെച്ച ഞണ്ട് കയറി കഴിച്ചത്. ഒരു മുതുക്കു ഞണ്ടായിരുന്നു. പോരാത്തിന് അതിന് ദേഹം മുഴുവൻ കാലാൻ തോന്നുന്നു. പോയ വഴി മുഴുവൻ കീറി കുത്തി തയ്ച്ച് വെച്ചിരിക്കുക. ഈ 75 കിലോ ഉള്ള പോത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ പശുവിന്റെ കാര്യമാ. അതിന്റെ വയറ്റിൽ നിന്ന് പോകാനതല്ലേ അക്കളെ നീ ചവിട്ടിയിരിക്കുന്നേ, എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഡേർട്ടി. ഇതിലൊക്കെ ചവിട്ടുന്നതാണോ മോനെ നിന്റെ ഡ്യൂട്ടി? ഡ്യൂട്ടി അല്ലല്ലോ, ഡേർട്ടി, അഴുക്കെന്ന്. എന്തൊരു ചൂടാ ഇവിടെ. ഈ പശുവിന് വല്ല ഫാനോ AC എന്തെങ്കിലും ഉണ്ടോ? നീ വന്നാണ് ആ പരക്കകത്തോടെ നോക്കിയാണ്. വലിയൊരു തുള. ആ തുളയ്ക്കകത്തൂടെയാണ് ഞങ്ങൾ കുടുംബക്കാരും മുഴുവനും ബഹിരാകാശം നോക്കി കിടക്കുന്നത്. ISR പോലും നമ്മളെയാണ് വിളിച്ച് ചോദിക്കുന്നത്, പുതിയ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും വാൽനക്ഷത്രം അവിടെ ഉണ്ടോന്ന്. എക്സാക്ട്ലി മുന്നേ അത് അടയ്ക്കാൻ ഗതിയില്ലാഞ്ഞിട്ട് അപ്പുറത്തെ പങ്കാശമ്പുമ്പ മരിച്ച സഞ്ജയനത്തിന് ഇഡലി കഴിക്കാൻ പോയിട്ട് ഇഡലിയുടെ ആകൃതിയിൽ അവിടുത്തെ നീല ടാർപ്പേന്ന് കീറിയാ ഒട്ടിച്ചത്. അതിന് ഗതിയില്ലാത്ത എന്നോട് വന്ന് പശുവിന് AC പോലും. Excuse me, Mr. Karshak. Accordingly, government requirement at 2000. Excuse me, Mr. Lady. Yes. Shall I continue? Yeah. According to the government rule of 2026, the cow must need nutritional food. This included carbohydrate, nutrition, minerals. എന്നല്ലേ? എനിക്കിത് എങ്ങനെ അറിയാമെന്നല്ലേ? അതെ. മത്തി പൊഞ്ഞോണ്ട് വന്ന പേപ്പർ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഈ ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നേന്ന് പശുവിന്. അത് മക്കളെ നല്ലൊരു പാത്രം എടുത്ത് വെക്കണം. ആ പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ കഞ്ഞോളം ഒഴിക്കണം. അതിന്റെ മുകളിലോട്ട് കുറച്ച് തവിടിടണം. അത് കഴിഞ്ഞ് കുറച്ച് പുണ്ണാക്കിടണം. പിണ്ണാക്ക് അത്യാവശ്യമാണോ? നീ ഉണ്ടാക്കുമ്പോൾ ഇടേണ്ടി വരത്തില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് അതിനകത്തോട്ടിടണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇട്ട് ഇളക്കി ഒരു അടപ്പെടുത്ത് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞ് അതിങ്ങോട്ട് എടുത്ത് അടപ്പങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇതങ്ങോട്ട് ഇളക്കി ആ പശുവിന് കൊണ്ട് കൊടുക്കുമ്പോ പശു ഇങ്ങനെ ക്ലം 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 എന്ന് പറഞ്ഞാൽ കുടിക്കും. ഒരു 1/2 ഗ്ലാസ് എനിക്ക് കൂടി തരുമോ? ഒലിക്കുന്ന ഞാൻ അതിൽ നിന്ന് 30 എന്ന് എടുക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാടി ഞരമ്പെല്ലാം എണീറ്റ് മമ്മറാസ് വിളിക്കും. ഓക്കെ. ഈ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കിയത്? ഒരു പശുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാക്കളെ നിനക്ക്? കറക്കാൻ ഒരു അണ്ണാച്ചി കൂടെ ഉള്ളതാ. അതേടാ, ഇതാ കറവക്കാരൻ അണ്ണാച്ചിയുടെ പശുവാ. ഞാൻ അതല്ലടോ തന്നോട് ചോദിച്ചത്, ഈ ബിസിനസ് ആരാണ് സ്റ്റാർട്ട് ആക്കിയതെന്ന്. അത് അച്ഛൻ. അച്ഛനെ വിളി. അച്ഛനെവിടെ? വായിൽ തോർത്ത് തിരികെയിരിക്കുകയാണോ? അല്ല, താഴെ വെച്ചാ ഉറുമ്പയ്ക്ക് തല വെച്ചാ വീണ് പോകുമെന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ വളർത്തിയ. തലയിൽ വേറെന്തോ വെച്ചാലെന്നല്ലേ? അച്ഛന്റെ തല എന്ത് വെച്ചാലും താഴെ പോകും. മുടിയില്ല വെച്ച ഒരു വെള്ളപ്പൊക്കത്തി ഒലിച്ചു പോയോ? ഇവിടുന്ന് അച്ഛനെ പിടിച്ച് കമത്തി കിടന്ന് തുഴഞ്ഞല്ലേ ഞാൻ അക്കരെ എത്തിയത്. വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ എന്താന്ന് അറിയാമോ? എന്താ പറഞ്ഞത്? ആ മീൻസ് മീമുള്ള എനിക്ക് അറിയത്തില്ല. എന്തോ പറയാൻ വാ തുറന്ന് അണ്ണാക്കിലൊക്കെ വെള്ളം കയറി അങ്ങ് താന്നു പോയി. സോ സാഡ് സ്റ്റോറി. എന്ത് തരം പുല്ലാ കൊടുക്കുന്നത്? തരവോ? കേട്ടിട്ടില്ലേ പൊക്കേഷ്യ, ഗ്രാമിനി എന്നൊക്കെ? ഇതൊക്കെ പുല്ലിന്റെ പേരാണ് മക്കളെ. ചേടാ, റോട്ടിൽ കിടന്ന് പട്ടി പുള്ളുന്ന പുല്ലിന് വരെ ഫ്രീക്കം പേര്. പല പുല്ലിന്റെ മോനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഏട്ടന്റെ പേരെന്താ? മക്കളെ, നിങ്ങൾ കൂട്ടുകാരെല്ലാരും കൂട്ടം കൂടിയെന്ന് തമാശ പറയാണെന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ ഒരു കൊച്ചെണിച്ച് മുറ്റം തോമടി പറഞ്ഞെന്ന് വിചാരിച്ചു. അത് കേട്ട് നിങ്ങൾ ആരും ചിരിച്ചില്ലെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ അയാളെ എന്ത് വിളിക്കും? ശശി. That's me. ചാണകമിടാറുണ്ടോ? ഞാനോ? താനല്ല, പശു. അതാണ് എനിക്കും അറിയാൻ വയ്യാത്ത. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. പുല്ലെടുക്കാനായാലും കാടിയെടുക്കാനായാലും തവിടെടുക്കാനായാലും
സെക്കൻഡ് ഹാഫിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. പാലായാലും ചാണകമായാലും മൂത്രമായാലും 1 തുള്ളി 2 തുള്ളി 3 തുള്ളി എന്തോ മെക്കാനിക്കൽ എറർ ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അതിനും കൂടി ചേട്ടൻ ഇടുന്നുണ്ടല്ലോ. അച്ഛന് കൃഷിയായിരിക്കും വലിയ പണി. അച്ഛനെ അറിയുമോ? ഇല്ല, 5 അടി നീളത്തെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. അച്ഛന് അല്ലേലും പണ്ട് വാഴകൃഷി ഇഷ്ടമാണ്. ഓക്കെ, ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് ഒക്കെ കിട്ടാറുണ്ടോ? അങ്ങോട്ട് നോക്കേ, 4 ഫോട്ടോയിലും മാലയിട്ട് ചന്ദനത്തിൽ എത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ? കണ്ടു. അത് ഈ പശു തന്ന പ്രോഫിറ്റാ. ഒന്ന് മുത്തച്ഛൻ, ഒന്ന് കൊച്ചച്ഛൻ, ഒന്ന് വല്യച്ഛൻ, ഒന്ന് അപ്പുറത്തെ വീട്ടിലെ അവറാച്ചൻ. അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. ആ ഗ്യാപ്പ് എനിക്കുള്ളതാ. ഇതുവരെ ഈ സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ടും എന്റെ പെമ്പിള്ളയുടെ പ്രാർത്ഥന കൊണ്ടും പശുവിന്റെ കന്നം തിരിഞ്ഞ സ്വഭാവം ഇല്ലാത്തോണ്ടും എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടിയില്ല. ഓക്കെ, ഈ പശുവിന്റെ പുറത്തൊരു മുഴ കാണുന്നുണ്ടോ? മക്കളെ, ഇത് കേരളമാണ്. മുഴയുള്ള ഒരു പശു ഇവിടെ ഇല്ല. മുഴയുള്ള പശു ഒക്കെ അങ്ങ് രാജസ്ഥാനില് ഒട്ടക പശു എന്ന് പറയും. താണ്ടൊരു ഒട്ട പശു വരുന്നല്ലോ. മുട്ടയുടെ സ്ഥലം വേണോ? അടുക്കള വശത്ത് ഒരുക്കാം. ഇയാളെ കൊണ്ട് മാഡം അവിടെ പുറകുവശത്തെ കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അമ്മയുടെ കുളിക്കാൻ തുടങ്ങിയ മാഡം ഞാൻ എന്താ കേട്ടുണ്ട്? അമ്മിനെ കുളിക്കുന്നതിന് എത്ര സമയം എടുക്കണം, ആരാണ് കുളിപ്പിക്കുന്നത്, എത്ര മണിക്കൂർ എടുക്കും, ഇതൊക്കെ നോക്കണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ പോയി റിപ്പോർട്ടും കൊണ്ട് തിരിച്ചു വരാം മാഡം. ഓക്കെ ഓക്കെ. ശശി, ആ, ഈ പശു വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ആരാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെക്കുന്നേ? 24 മണിക്കൂറും ബബിൾക്കം ചവയ്ക്കുമല്ലേ? ചിലപ്പോ അത് തുപ്പി കളഞ്ഞിട്ട് ചില്ലിങ് വിത്ത് പോച്ചാന്ന് പറഞ്ഞ വല്ല സ്റ്റോറി ഇടുമായിരിക്കും. അല്ലെങ്കിൽ രാത്രിയിലും പകലും എല്ലാം കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുതുവേന എടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചാരുകസേര പോയി ഇരുന്ന് വിശ്രമിക്കും. എഴുതി വേ. ഇതിന്റെ മുഖം കണ്ടിട്ട് ഇതിനെന്തോ വിഷമമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഡിപ്രഷൻ ഉണ്ടോ? മക്കളെ, ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തു മക്കളെ? ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാലേ മനസ്സ് വല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു തോന്നല് വിഷാദം. ഇപ്പൊ എനിക്ക് വിഷാദം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 4 മത്തി വാങ്ങി അതിന് 2 എടുത്ത് കറിയും വെക്കും, 2 എടുത്ത് പൊരിച്ചും തിന്നും. എന്താന്നറിയില്ല, മത്തി തിന്നാ എന്റെ വിഷാദം അപ്പം മാറും. നിന്റെ വന്ദേ ഭാരത് പോലുള്ള ഓട്ടവും മത്തിയോടുള്ള ആക്രാന്തവും കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യം പറ, നീയല്ലേ ഞങ്ങളുടെ അടുക്കള ഭാഗത്തുനിന്ന് മത്തിത്തല എടുത്തോണ്ട് കൊടുന്ന കണ്ടം പൂച്ച? പശുപാലക. മാഡം, അമ്മയുടെ കുളി എന്തായി നോക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, ശരിയാ. ഓക്കെ, ഷുവർ ഷുവർ. ഇത് ജേഴ്സി ആണോ? അല്ല, ഇതെന്റെ വല്യച്ഛന്റെ ആണ്. വല്യച്ഛൻ മരിച്ചപ്പോ വല്യച്ഛന്റെ മോന് കൊടുത്തു, വല്യച്ഛന്റെ മോൻ മരിച്ചപ്പോ എനിക്ക് തന്നു, ഞാൻ മരിക്കുമ്പോ എന്റെ കൊച്ചിന് കൊടുക്കും. എടോ, തന്റെ അണ്ടർവെയറിന്റെ കാര്യമല്ല, പശുവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതില്ല ഹരിയ, വിമല, സുമതി, എനിക്ക് ചീത്തപ്പേര് ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ പശു വന്നാ തോന്നുന്നത്. മാഡം, എന്ത് പറ്റിയടോ? ഇതെന്താ തന്റെ മുഖത്ത് പശു തൊഴിച്ചോ? വന്നാണ് രമണീയ ജലജ അമ്മിണി. അമ്മിണി പശുവിനെ തനിക്കറിയാമോ? അമ്മിണി പശുവല്ല, ദിവാകരന്റെ ഭാര്യ. അവളുടെ കുളി ആര് കണ്ടാലും അവൾ എടുത്തിട്ട് കെറിഞ്ഞു. ഇത് തനിക്കെങ്ങനെ അറിയാം? എന്റെ മുതുകത്ത് എന്തോരം ഫിംഗർ പ്രിന്റ്സ് ഉള്ളതാ. തന്നെന്തിനോടോ കൊണ്ട പെണ്ണുങ്ങളുടെ കുളിസീനൊക്കെ കണ്ടോണ്ട് പോയി നിൽക്കുന്നത്? ആ മാഡത്തിന് അത് പറഞ്ഞാൽ മതി. ഇതൊക്കെ കുത്തിക്കുറിച്ച് എഴുതി കൊണ്ടേ കൊടുത്താൽ മാഡത്തിന് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും PhDയും HD ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് എന്താ മാഡം കിട്ടുന്നേ? ഞാൻ എന്റെ ഒഴിവുകള് സമാധാനവും സന്തോഷകരമാക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതൊരു തെറ്റാണോ മാഡം? അതിൽ കൈ കടത്തല്ലേ മാഡം? എനിക്ക് വയ്യ. ഇത് തന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാ. കർഷകൻ എന്ന നിലയിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ മോളെ നീ? ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ പശുവിനെയും പറ്റി പഠിക്കാൻ നീ എന്തിനാ ലണ്ടനിൽ പോയേക്കുന്നേ? ഇവിടെ നിന്നല്ലയോ പഠിക്കണ്ടേ? ഡോക്ടറിന്റെ മക്കള് ഡോക്ടർ, എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയർ, വക്കീലിന്റെ മക്കള് വക്കീല്. ഏതെങ്കിലും ഒരു കർഷകനായുടെ മോനെ കർഷകനാക്കുവോ? എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. പുള്ളിക്ക് ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറെ കടക്കണിയാ. ഞാനൊരു കർഷകനാ, എനിക്ക് അതിനേക്കാളും കടമുണ്ട്. പക്ഷെ ഞാൻ എന്റെ മോനെ കർഷകനാക്കത്തില്ല. കാരണം എന്താ? ഇതിലും കടം കൊണ്ട് അവൻ കടന്ന് ഓടുന്ന കാണാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഒരു കർഷകൻ കീടനാശിനി വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് അത് വളമായിട്ടാണോ കൊണ്ടുവന്നത്, അതോ അവനത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവാണോ എന്നാ. നമ്മളെല്ലാവരും മരിക്കാൻ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ കർഷകന് മരിക്കാൻ 100 കാരണങ്ങളുണ്ട്. എന്നിട്ടും അയാൾ വിത്ത് വിതച്ച് ആ വിത്തിൽ നിന്നൊരു ബലം കണ്ടെത്തി അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് മണ്ണിനോടും നമ്മളോടും അത്രയും സ്നേഹമുള്ളതുകൊണ്ടാ. വിശന്ന് വലഞ്ഞു വരുമ്പോ ChatGPTയും AI റോബോട്ടും ഒന്നും കൊണ്ടുവച്ചാൽ നമ്മുടെ വയറ് നിറയത്തില്ല മക്കളെ. അതിന് ചോറ് വേണം. ചോറ് വേണേ ആര് വേണം? ചേറിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ വേണം മക്കളെ. ആ കർഷകൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അയാളെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഈ നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു 10 കർഷകരെങ്കിലും നമ്മൾ സംരക്ഷിക്കണ്ടേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? സത്യം. നമ്മുടെ ഈ ടീം വന്നപ്പോ സാദാസ് ഒന്ന് ഇളകി. കാരണം എന്താ? ഇവര് സോഷ്യൽ മീഡിയ താരങ്ങളല്ലേ, അല്ലേ? അപ്പൊ ഗംഗ, ജ്യോതിക, സ്നേഹ,
നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ സ്കിറ്റ് കണ്ടുകൊണ്ടപ്പോൾ ആലോചിച്ചു, കേരളത്തിലുള്ള ഒരു കർഷകൻ്റെ അടുത്തേക്ക് ഈ ലണ്ടനിൽ പോയി പഠിച്ചിട്ട് ഇത് എന്തന്വേഷിക്കാനാണ് വരുന്നത് എന്ന് ആലോചിച്ച് മനസ്സുകൊണ്ട്. സാറിന് ഇവിടെയുള്ള ആൾക്കാരാണല്ലോ വന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ. അപ്പം നിങ്ങൾ അതിന് കറക്റ്റ് മറുപടി എൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വന്നപ്പോൾ സംഭവം സിങ്കായി. പിന്നെ നിങ്ങൾ 3 പേരുടെ ഒരു അവതരണ ശൈലിയുണ്ട്. നമ്മൾ സാധാരണ സ്കിറ്റ് കാണുന്ന ഒരു പാറ്റേണിലല്ലല്ലോ പോകുന്നത്. ഇത് നിങ്ങളുടേതായ ഒരു ശൈലിയിലാണ് നിങ്ങളിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഭാഗങ്ങളൊക്കെ. അത് നല്ല കാര്യമാണ്. കാര്യം എപ്പോഴും നമുക്ക് തമാശകൾക്കും അതിൻ്റെ അവതരണത്തിനും ഒക്കെ ഒരു മാറ്റങ്ങൾ വരുമ്പോഴാണ് ആ ഷോ കാണാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്വന്തം ഒരു തീരുമാനം എടുത്ത് തിരിഞ്ഞത് എന്തായാലും നന്നായിരുന്നു. 3 പേരും മനോഹരമായിട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കുള്ള കൗണ്ടറുകളെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇപ്പറ സംസാരിക്കും. എന്തായാലും ഓക്കെ, അടിപൊളിയായി, ഗംഭീരമായി. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. സൂപ്പർ ആയിരുന്നു കേട്ടോ. 3 പേരും നല്ല അടിപൊളിയായിട്ട് നല്ല കൗണ്ടർ ടൈമിങ് ചെയ്തു എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ശൈലിയിൽ കൊണ്ടുവന്ന എല്ലാ കൗണ്ടറുകൾക്കും കയ്യടി കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ 3 പേരും ഉഗ്രൻ ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ്. ഈ പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് നല്ല രസമുള്ള ചിരിക്കട്ടെ. ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഇതുപോലുള്ള ഗംഭീര ടീമുകളായിട്ട് മാറുക. ഐറ്റം വരെയല്ല, കിടിലൻ ആർട്ടിസ്റ്റുകളായിട്ട് 3 പേരും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ ബിജുക്കുട്ടൻ ചേട്ടാ, അടിപൊളി, പൊളിച്ചു കളഞ്ഞ് ാ. എനിക്ക് കഴിഞ്ഞ സ്കിറ്റിനേലും കുറച്ചുകൂടി ഹ്യൂമർ തോന്നിച്ചത് ഇതാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സാധനവും മറന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതാണ് അത്രക്ക് പവറും അത്രക്ക് കോൺഫിഡൻറ്റ് വരുന്നത് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കറക്റ്റാണ്. നിങ്ങൾ എഴുതി വെച്ചങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പോലും തെറ്റാതെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരെ നിങ്ങൾ ശരിക്കും ആകർഷിക്കോട്ടാ. അത് ഭയങ്കര രസം. കാരണം സോഷ്യൽ മീഡിയയിൽ പഴയതും അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങൾ കോമഡിയിൽ നിങ്ങൾ അവതരിപ്പിച്ച്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അവസാനം വന്ന ആ ഒരു മെസ്സേജ്, അയ്യോ ഒരു രക്ഷയില്ലട്ടാ. നമ്മൾ പല മോട്ടിവേഷനും പല മെസ്സേജുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദൈർഘ്യമുള്ള പറഞ്ഞ് അക്ഷരം പ്രതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് ഗംഗ കറക്റ്റ് പറഞ്ഞ്, അത് ഭയങ്കര ഒരു കയ്യടി കൊടുക്കണത്. ശശി ഇതിനകത്ത് കൊണ്ടുവന്നത് നന്നായിരുന്നുണ്ട്. എന്തായാലും നേരത്തെ ശശി വന്നിട്ടുണ്ട്. ആ ശശി തന്നെയാണോ ഈ ശശി? ആക്ച്വലി ഇവിടുന്ന് പോയപ്പോഴും ചേട്ടൻ ശശി കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ച് എന്നെ കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞായിരിക്കും. അല്ലല്ല, പക്ഷേ ആ വീഡിയോയുടെ താഴെയും എന്റെ റീലിന്റെ താഴെയും ഏറ്റവും കൂടുതൽ കമന്റ് ഇപ്പൊ വരുന്നത് ശശി എന്ന് വിളിച്ചിട്ടാ. അപ്പം ഉത്സവത്തിനൊക്കെ പോയപ്പം മറ്റേ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ശശി എന്ന് ആദ്യം വിളിക്കുന്നത്. ഇവിടെ ശശി എന്ന പേര് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതികം അതുപോലെ തന്നെ സ്നേഹം നല്ല ഗ്രാൻഡായിട്ട് സപ്പോർട്ട് ചെയ്യട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, കഴിഞ്ഞ സ്കിറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റാണ്. അത് ശശി സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അല്ല ഈ സ്കിറ്റ് കണ്ടിട്ട് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? 3 പേരുടെയും വീട്ടിൽ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞവര് എല്ലാരും ചോദിക്കും, ഈ ഇപ്പൊ ആക്ടിങ് ഒക്കെ ചെയ്യുന്ന ആളാണോ? അല്ലെ ഞാൻ ചോദിച്ചു ഗംഗയുടെ അച്ഛൻ ആർട്ടിസ്റ്റ് ആണോ? അങ്ങനെയല്ല, അച്ഛന് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ എന്റെ വീഡിയോയുടെ പുറകെ വന്നിരുന്ന് എന്തെങ്കിലും കാണിക്കുന്നേ ഉള്ളൂ. അല്ല എന്നോട് പറഞ്ഞത് പറ. ഏറ്റവും എന്നുവെച്ചാ അച്ഛന് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ബിജുക്കുട്ടൻ ചേട്ടന്റെ ബന്ധുവാണോ? ഒരു ചായ ഉണ്ടല്ലേ? ചായല്ല, ചേട്ടന്റെ ആക്ടിങ്ങിന്റെ മാനറിസം ഒക്കെ ഏകദേശം വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ അച്ഛനും അമ്മനെയും കൊണ്ടുവരണോട്ടോ. അയ്യോ, അതാണ് എല്ലാവർക്കും ഏതാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇന്റർവ്യൂവിന് വരെ ആളുകൾ വിളിച്ചപ്പോഴും ഞാൻ പോയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ സെൽഫി എടുക്കാൻ പോലും വരാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവരണം പ്ലീസ്. ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്, കൊണ്ടുവരുമോ പ്ലീസ്? അത് പറയണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അത് പറയണം, അച്ഛനും അമ്മനെയും ഇവിടെ കൊണ്ടുവരണം. കാരണം ഒരുപാട് പേര് കാണാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛനോടും അമ്മനോടും ഞങ്ങൾ അപേക്ഷിച്ചെന്ന് പറ. അങ്കിൾ ആന്റി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യക്കാര് ഞങ്ങൾ എല്ലാവരും ഐറ്റം വേറെ ടീം ക്ഷണിക്കുകയാണ്. ഗംഗയുടെ കൂടെ ഇവിടെ വരണം അല്ലേ? ജ്യോതികയുടെ വീട്ടിൽ എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അങ്ങനെ സ്കിറ്റ് ചെയ്യുമെന്ന് അവർക്ക് എന്നെക്കാട്ടിനും പ്രതീക്ഷയില്ലായിരുന്നു അവർക്ക്. അപ്പൊ ചെയ്തു കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ ക്യാരക്ടറിൽ എന്റെ മുടിയൊക്കെ ഇച്ചിരി ഇതായിരുന്നു, ഞാനന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ എൻജോയ് ചെയ്ത് കണ്ടപ്പോ എനിക്കും ഒത്തിരി ഹാപ്പിയായി. അടിപൊളി. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ആക്ടിങ് അങ്ങനെ വരുന്ന ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാനാണെങ്കിൽ ഒരു ദിവസം ഹോസ്റ്റലിൽ കിടക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് രാത്രി എന്തോ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൾ എന്റെ വീഡിയോ ഇരുന്ന് കാണാം. ഞാൻ പോലും ആ വീഡിയോ എത്ര കണ്ടിട്ടില്ല. സർപ്രൈസ് ആയിട്ടാണ് പറയുന്നത്. സർപ്രൈസ് ആയിട്ട് അമ്മ ഇങ്ങനെ വന്നപ്പോ അയ്യോ, അമ്മ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ കുട്ടി പോയി ചെയ്തു, എനിക്ക് സന്തോഷമേ ഉള്ളൂ, വയ്യാഞ്ഞിട്ട് കൂടി അവള് പോയി എന്ന് പറഞ്ഞിട്ട്. അന്നും ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ പോയി, പാവ അവൾ ഒറ്റയ്ക്ക് പോയി.
പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരിനെയും ഭയങ്കരമായിട്ട് എന്താ അവളെ കൊണ്ടുവന്നു അവളുടെ കൂടെ അങ്ങനെ പറഞ്ഞു. സൂപ്പർ. അപ്പൊ ഇത് കാണുമ്പോ അമ്മയ്ക്ക് ഇരട്ടി സന്തോഷാവും അല്ലേ? അപ്പം മാർക്ക് എത്രയുണ്ട്, അതിൽ സന്തോഷമുണ്ടോ എന്ന് നമുക്കറിയാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് നസിരിക്ക. ഞാനൊരു 15,000 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 15,000 കിട്ടിയിരിക്കുന്നു. ആൻഡ് അടുത്തതായിട്ട് പ്രചോദേട്ടാ. ഞാനൊരു 10,000 രൂപ ഞാനും കൊടുക്കും. ഓക്കെ, അപ്പൊ മൊത്തം 30,000 രൂപയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇനി ബിജുക്കുട്ടൻ ചേട്ടാ, എത്രയാണ് നമ്മൾ ശശിയാൻ ടീമിന് കൊടുക്കുന്നത്? ഞാൻ വൈകിക്കണില്ല, ദാ പിടിച്ചോ, ബാക്കിലേക്ക് നോക്കി, അതെ പിടിച്ചു. കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചെങ്കിൽ നമ്മൾ വീണ്ടും ഒരു സിൽവറും കൂടെ അടിച്ചേനെ. കുഴപ്പമില്ല, അടുത്ത തവണ പിടിക്കാം അല്ലേ? സന്തോഷമായില്ലേ? എന്തായി കൃഷി, നമുക്ക് വാഴ ഇറക്കണോ എന്താ ഇറക്കണോ നിങ്ങൾ തീരുമാനിക്കുക. അല്ല ചേട്ടാ, ഞങ്ങൾ എത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഞങ്ങൾക്ക് കമന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വീഡിയോ കണ്ടില്ലെങ്കിൽ കമന്റ്സ് മാത്രം ഇരുന്ന് കാണും. ആ ഭാഗം മാത്രം എടുത്ത് കാണും. അത് എനിക്ക് മനസ്സിലായി. കാരണം എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കാനല്ല. അത് ചേട്ടാ, അത് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നെഗറ്റീവ് കമന്റ് പല രീതികൾക്ക് ആർക്കും പ്രതികരിക്കാം. ചിലർ ലീഗലി പോവും, ചിലര് ദേഷ്യത്തില് വീഡിയോ ഇടും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്റെ മൈൻഡിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കമന്റ് ഇടുന്ന എന്തിനാ, നമ്മൾ ആ വീഡിയോ നിർത്താനോ അല്ലെ നമ്മളെ ഒന്ന് തളർത്താനോ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അല്ല, നിങ്ങളുടെ ആ കമന്റ് കൊണ്ട് തന്നെ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റും, അതിൽ തന്നെ ഞാൻ പൈസ ഒപ്പിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവന്മാരൊക്കെ തോറ്റു പോയിന്നോന്നല്ലേ? അല്ല, എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്തിനാ ഇങ്ങനെ ID ഹൈഡ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്, അവരുടെ ID റിവീൽ ചെയ്യാത്ത എന്താണ്. ഞാൻ ആക്ച്വലി ആദ്യം എനിക്ക് വന്ന വലിയൊരു റോങ് മെസ്സേജ്, ആദ്യം മില്യൺ കയറിയ വീഡിയോയുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കിയപ്പോഴത്തേന് അത് 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഫോട്ടോയാ. അപ്പൊ ഞാൻ ആ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നവർ ഇത്ര ആ കുഞ്ഞിനെ ആയിരിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച്, ഇങ്ങനെ കമന്റ് ഇടുന്നവരൊക്കെ ഇത് ഒറിജിനൽ ഫോട്ടോ ആണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. ചിലരൊക്കെ അപ്പൂപ്പന്മാരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ കമന്റ് ഇടുന്നത്. അപ്പൊ ഇനി ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ അതോ മണ്ണിനടിയിലാണോ എന്ന് പോലും അറിയത്തില്ല. വലിയൊരു കാര്യമാണ്. അപ്പൊ 65,000 രൂപയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. വീണ്ടും അടുത്ത സ്കിറ്റുമായിട്ട് നമുക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. Flowers